ഹായ് എല്ലാവർക്കും ഡിവൈൻ ബെറ്റാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു യാത്ര പോവുകയാണ്. പിന്നെയും ബാംഗ്ലൂർ വരെ പോവുകയാണ്. ബാംഗ്ലൂർ നമ്മുടെ സുഹൃത്ത് സുഭാഷ് ബ്രോ ഉണ്ട്. സുഭാഷ് ബ്രോ ബാംഗ്ലൂർ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. പക്ഷേ ഫ്ലാറ്റിലാണെങ്കിലും അതിനകത്ത് കുറച്ചധികം ഐറ്റംസ് സുഭാഷ് എന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മെയിൻ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ പറഞ്ഞേക്കാം, മാക്രോസ്റ്റോമ വെറ്റയാണ്. മാക്രോസ്റ്റോമ വെറ്റയുടെ ഒരു പേര് സുഭാഷിൻ്റെ കയ്യിലുണ്ട്, അത് നമുക്ക് കാണിച്ചു തരാം. പിന്നെ വേറെയും കുറേ ഐറ്റംസ് ഉണ്ട്. സുഭാഷ് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ്. പോണ്ടിച്ചേരിയാണ് സുഭാഷിൻ്റെ വീട്. സുഭാഷ് ബ്രോ മാക്രോസ്റ്റോമ പോലെ മൗത്ത് ബ്രൂഡർ ബെറ്റാസിൻ്റെ ഒരു എക്സ്പെർട്ടാണ്. ഒരുപാട് ഐറ്റംസിനെ ബ്രീഡ് ചെയ്തിട്ടുണ്ട്. മൗത്ത് ബ്രൂഡേഴ്സിൽ ചെന്നോഡീസ്, ആൽബി മാർഗരേറ്റ, അങ്ങനെ കുറേ. എന്നാൽ പിന്നെ നമുക്കൊന്ന് ബാംഗ്ലൂർ വരെ പോയിട്ട് അവിടെ നിന്ന് നേരിട്ട് കാണാം. ഓക്കെ, നമ്മൾ സുഭാഷ് ബ്രോയുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. സർപ്രൈസ് ഒന്നുമില്ല, ഞാൻ വരുന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. അടിച്ചു. സുഭാഷിനുള്ളിൽ 2 ഡോഗ്സ് ഉണ്ട് കേട്ടോ. ടൈനി പോമുണ്ട്, 2 പേരുണ്ട്. ബ്രോ വണക്കം. ഹായ്, ഹൗ ആർ യു? എപ്പടി இருக்கீங்க? ഹായ്. ഇത് നമ്മുടെ 2 താരങ്ങൾ, ഇവിടെയുള്ള 2 താരങ്ങളാണ്. തുറന്നിടാവോ? ഹായ് ഗ്രൂട്ട്. ഒരാൾ ഗ്രൂട്ട്, ഒരാൾ കായ. കായയുടെ മകനാണ് ഗ്രൂട്ട്. ഒരു രക്ഷയില്ല രണ്ടുപേരും. ഹായ് 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 ബ്രോ. എന്നാ ബോയ്സ് ബോയ് ഗ്രൂട്ടേ. ഒരു രക്ഷയില്ലാട്ടോ. ഇത് രണ്ടുപേരും ഭയങ്കര സൂപ്പർ ഫ്രണ്ട്ലിയാണ്. ഗ്രൂട്ട് എത്ര വയസ്സായി? ഗ്രൂട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 years. 2 years. Get in. Groot. അത് കയ ഗ്രൂട്ട് ഉള്ളത്. Kaya, get in. Kaya. ഗ്രൂട്ട് get in. കയ get in. എന്താ അനുസരണം? ഇവിടെ കുറേ സാധനങ്ങൾ കാണിച്ചു തരാനുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെറിയ മുറിക്കകത്താണേലും നമ്മൾ ഞെട്ടിപ്പോകുന്ന അത്രയും കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ മാക്രോസ്റ്റോമ ബെറ്റയാണ്. കിങ് ഓഫ് ബെറ്റാസ് ആണ് മാക്രോസ്റ്റോമ. മാക്രോസ്റ്റോമയുടെ ഒരു പേര് സുഭാഷിൻ്റെ കയ്യിലുണ്ട്. കാണിച്ചു തരാം. നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു, പക്ഷേ എന്തായാലും ഇനി കാണിച്ചേക്കാം. നമുക്ക് ഈ ടാങ്കിലാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ഇതിനകത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറ്റുവാണെങ്കിൽ എൻ്റെ ബ്രീഡിങ് വീഡിയോ കൂടെ നമ്മൾ കാണിച്ചു തരും. ഇവിടെ ഇരിപ്പുണ്ട് ആൾ. ഫുഡ് എല്ലാം കഴിച്ച് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. മെയിലാണ്, ഇത് ഫീമെയിൽ. ഫീമെയിലിനെ കാണുമ്പോഴുള്ള മെയിലിൻ്റെ ആദ്യത്തെ എക്സ്പ്രഷൻ ആട്ടോ ഇത്. ഇവരെ ബെറ്റ കിങ് എന്ന് വിളിക്കുന്നത് വെറുതെ അല്ല. മാക്രോസ്റ്റോമ മൗത്ത് ബ്രൂഡേഴ്സാണ്. അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. ഒരു മൗത്ത് ബ്രൂഡർ ബെറ്റാസാണ്. മെയിൽസിൻ്റെ വായിൻ്റെ ഉള്ളിലാണ് മുട്ട സൂക്ഷിക്കുക, വിരിയാൻ വേണ്ടിയിട്ട് വെക്കുക. ഇത് നമ്മൾ എത്ര ടൈം பார்த்துருக்கு ப்ரீடிங் ட்ரை பண்ணியிருக்கு? 5 times. நம்ம ஒரு 4 to 5 times இங்கே ட்ரை பண்ணியிருக்கு. எக்ஸ்போர்ட் இருக்குது, ஆனால் പക്ഷേ ഒരു സക്സസ് റേറ്റ്ലെസ്. എത്ര നാൾ ഹാച്ചിങ് ഡേ? നോർമലി ഒരു 15 to 21 days വായ്ക്കുള്ളിൽ ഇൻക്യുബേറ്റ് ചെയ്താലാണ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് വരുള്ളൂ നാച്ചുറലി. പക്ഷെ നമ്മുടെ ക്യാപ്റ്റിവിറ്റിയിലായതുകൊണ്ടായിരിക്കും ഒരു എത്രയും ദിവസം പോയിട്ടില്ല ഇതുവരെ. 10 ദിവസമൊക്കെ വരുമ്പോഴത്തേനും മെയിൽ എഗ്ഗ് കഴിക്കുകയാണ്. ഡാൻസ് പോരാ അല്ലേ? ഡാൻസ് ഇന്നും നല്ല ആടിയിട്ടിരിക്കണം. നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം ലൈറ്റിങ്ങും കൂടെ വരുന്നതുകൊണ്ടാണ് ഇവർ കുറച്ച് പേടിച്ചിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം വീഡിയോ ആയി, നമുക്കിനി ലൈറ്റ് ഓഫ് ചെയ്ത് കൊടുക്കാം. അവർ ബ്രീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ വീഡിയോസ് എടുക്കാം. അപ്പോഴത്തേക്ക് ഞാൻ ബാക്കിയുള്ള ഐറ്റംസൊക്കെ കാണിച്ചു തരാം. ഇവിടെ ഞാൻ വേറൊരു ഐറ്റം പരിചയപ്പെടുത്തി തരാം. ഇവിടെ ഒരു സ്നേക്ക് ഹെഡ് ടർട്ടിലുണ്ട്. നമ്മുടെ കുങ്ഫു പാണ്ട മൂവിയിലെ ഊഗ്വയെ പോലെയൊക്കെ ഇരിക്കുന്നത് ഏകദേശം. ഇതാണ് ആൾ. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. സുഭാഷ് ബ്രോ കൊഞ്ചം എടുത്തിങ് ബ്രോ, എനിക്ക് ഭയമാർക്ക് ബ്രോ. കയ്യിലെടുത്ത് ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നത്. ആൾ സൂപ്പർ ഫ്രണ്ട്ലിയാണ്. ഇതാണ് നമ്മുടെ ഊഗ്വേ സ്നേക്ക് ഹെഡ് ടർട്ടിൽ. ഇവൻ്റെ കഴുത്ത് ഭയങ്കര നീളമാണ്. കൈ ഫ്രണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ട് കടിക്കാൻ നോക്കും, അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സുഭാഷ് ബ്രോൻ്റെ ഫ്രണ്ടിന് ഇവിടെ ഒരു വലിയ ഫാമുണ്ട്.
എക്സോട്ടിക് ആനിമൽസ് മാത്രമുള്ളത്. ഞാൻ ഒരു ദിവസം അവിടെ പോയി ഒരു വീഡിയോ കവർ ചെയ്യാം കേട്ടോ. ഇന്നിപ്പോൾ സമയമില്ല, ഇന്ന് നമ്മൾ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു ഫാം ടൂർ പിന്നെ ചെയ്യും. അപ്പോൾ എല്ലാവരും ഉഗ്വേനെ കണ്ടില്ലേ? ഉഗ്വേ ഹായ് പറ, ഹായ്. ഉഗ്വേയുടെ ബിയർഡ് താടിയൊക്കെ ഉണ്ട്, താടി. ഇതാണ് ഊഗ. ഊഗ ഉറങ്ങണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്ത് നീട്ടം ഉണ്ടായതുകൊണ്ട് അവനിങ്ങനെ ബെൻഡ് ചെയ്ത് ഷെല്ലിനകത്തോട്ട് പോവുകയാണ്. മൊത്തത്തിൽ ഉള്ളിലോട്ട് തല വലിക്കാൻ പറ്റത്തില്ല. ആ, ഇതിൻ്റെ ഷെല്ലിൻ്റെ സൈസ് എത്രയാണോ അത്രയും വരെ ഇതിൻ്റെ നെക്കും കഴുത്തിനും സൈസ് വെക്കും. പിന്നെ മാക്സിമം സൈസ് എന്ന് പറയുമ്പോൾ ഇത് ഒത്തിരി വലുതാവുന്ന കേട്ടോ അല്ലേ? കുറേ സൈസ് ആവില്ലേ? എவ்வளோ സൈസ് ആകും? മാക്സിമം 1 ഫീറ്റ് വരെ. 1 ഫീറ്റ് എല്ലാം സൈസ് വരും. അപ്പോൾ അതിൻ്റെ കഴുത്തിന് എത്ര നീളം ഉണ്ടാകുന്ന ഓർത്താൽ എക്സാക്ട്ലി നമ്മുടെ കുങ്ഫു പാണ്ടയിലെ ഉഗ്വ പോലെ. ഉഗ്വ കഴിഞ്ഞു. നമുക്ക് ഇനി അടുത്ത ആളെ പരിചയപ്പെടാം. ഗൈസ്, ഇവിടെ പുതിയൊരു ഐറ്റം കാണിച്ചു തരാം. സുഭാഷിൻ്റെ സ്പെഷ്യൽ കളക്ഷൻസ്. ഈ കാണുന്നത് എന്താണെന്നറിയാമോ? ഡൈനോസറിൻ്റെ മുട്ടയാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഓസ്ട്രിച്ച് എഗ്സ്. ഇത്രയേ ഉള്ളൂ, ചെറിയ ഓസ്ട്രിച്ചാണ്. 2 മുട്ട. അവിടെ നിന്ന് മുട്ട ഇവിടെ ഉണ്ടെന്ന് ഇവിടെ വന്ന് ബുൾസൈ അടിച്ച് കഴിക്കും. ബുൾസൈ അടിച്ചില്ല, ഇതെന്ത് പറ്റി? ഇത് ഇതാകാതല്ല, ഫെർട്ടിലൈസ് ആകാൻ വേണ്ടി. ഇൻഫെർട്ടൈൽ എഗ്സ്. ഓംലെറ്റ് അടിച്ചില്ലല്ലോ? 1 ലിറ്റർ 1 ലിറ്റർ ഫുള്ളാக யோக்கு ட்ரில் பண்ணி எடுத்துச்சு. இன்னொரு எக் இருக்குது. ഇത് സുഭാഷ് ബ്രോയുടെ കളക്ഷനാണ് കേട്ടോ, കാണേണ്ട കളക്ഷനാണ്. സൂപ്പർ ഹീറോസാണ്. ഞാൻ ആ സൂപ്പർ ഹീറോസിനെ കാണിക്കട്ടെ. ഇവിടെ ഹൾക്കുണ്ട്. ഈ പെണ്ണിൻ്റെ പേരെന്നായിരുന്നു? ഇത് ലോക്കിയാണോ? ഇത് ലോക്കി. ഫീമെയിൽ ലോക്കി പോലെയുണ്ട്. ലോക്കി, ഇത് തോറ്. തോറ് ഇതിൻ്റെ ദേവി വണ്ടർ വുമൺ, അവെഞ്ചേഴ്സിൻ്റെ കാര്യം, ക്യാപ്റ്റൻ അമേരിക്ക, വേറെ സൂപ്പർ സ്റ്റാർ ഒരാൾ ഇരിക്കുന്നത് സുഭാഷ് സൂപ്പർ സ്റ്റാർ. ഇത് ഹൾക്കിന് കൊച്ചുണ്ടായി, കുഞ്ഞി ഹൾക്ക്. ഇത് താനോസാണോ? ഇപ്പോൾ പോയി. ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് ഗൈസ്. നിമോ വരെ ഉണ്ട്. ഇത് വേറെ ഐറ്റം. ഇത് എമു എഗ്സ്. എമു എഗും ഡ്രില്ല് ചെയ്ത് തുളച്ചെല്ലാം കളഞ്ഞിട്ട് സേഫാക്കി വെച്ചേക്കുക. നൈസ്. ഇനി വേറൊരു ഐറ്റം കൂടി ഇവിടെ കാണിക്കാനുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവാം ഗൈസ്. ഇവിടെ പുതിയ ഐറ്റം കാണിക്കാനുണ്ട്. സുഭാഷ് ബ്രോ, പ്ലീസ് എക്സ്പ്ലെയിൻ. So this is a insectivorous plant. It is called as Nepenthes pitcher. Nepenthes pitcher. This is a pitcher plant. So idhula pathina like the insects will go inside and the plant will take all the nutrients from the insect. So idhula liquid irukum ulla. You can see the liquid shaking. Yes. அப்புறம் இது உள்ள பாத்தீங்கன்னா இதுல இன்செக்ட் இல்ல. ஒரு சிலதுல இன்செக்ட்ஸ் இருக்கு உள்ள. ஒரு காக்ரோச் இருக்கு. காக்ரோச். அதோட லிப்ஸ் பாத்தீங்கன்னா they secrete a liquid sugar syrup மாதிரி ஒன்னு ஃபார்ம் ஆகும். So which will attract all the insects. Okay. So once they stand here they get slipped and fall inside. And it will get digested. So ഇതിൽ ചെറിയ തൈയൊക്കെ ഉണ്ട്. അതിൻ്റെ സാപ്ലിങ്സ് ഉണ്ട്. സ്മോൾ. അപ്പോൾ നമുക്കിനി ബാംഗ്ലൂരിൽ നിന്ന് ടാറ്റ പറയാൻ സമയം. എൻ്റെ ബസ് ഇപ്പോഴേ ഇറങ്ങിയാൽ ഇനിയിപ്പോൾ ഈ ബസ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വന്ന് ഒരു ചെറിയ വീഡിയോ നമ്മൾ ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഒരു അടുത്ത വീഡിയോയുമായി നമുക്ക് പിന്നെയും കാണാം. എല്ലാവർക്കും സ്നേഹം. ബൈ. എല്ലാവർക്കും സ്നേഹം. ബൈ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ യൂട്യൂബ് ഫ്രണ്ട്സുകൾ മാത്രമായിട്ട് നമുക്കൊരു ചെറിയ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ചെറിയ 1-2 കൂട്ടുകാർ നമ്മുടെ ഒരു ചെറിയ ഗ്രൂപ്പുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ വെൽവിഷേഴ്സ് മാത്രം, നമ്മളോട് അത്രയും സ്നേഹമുള്ള ആൾക്കാർ മാത്രം. അതുകൊണ്ട് ഞാൻ വീഡിയോ ലാസ്റ്റ് ആഡ് ചെയ്തു. ലാസ്റ്റ് വരെ കാണുന്ന ആൾക്കാരെ കാണുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് താല്പര്യമുള്ള നമ്മുടെ കൂട്ടുകാർ, ചങ്ക് കൂട്ടുകാരുണ്ടെങ്കിൽ എനിക്ക് ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യണം. ഓക്കെ, നമുക്ക് ചളിയൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഒരു